മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ ഇന്ന് നിർണായക ചർച്ച. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തും. പുലർച്ചെ ഡൽഹിയിലെത്തിയ വി.ഡി. സതീശന് ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കേരള ഹൌസിൽ സ്വീകരണം നൽകി. അതേസമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ ഇന്നലെ വി.ഡി. സതീശനും സണ്ണി ജോസഫ് അടക്കമാണ് ഡൽഹിയിലേക്ക് എത്തിയത്. സണ്ണി ജോസഫിന് നേരെ MSF പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇപ്പൊ കണ്ണേകരളെ VSA എന്നൊരു ചെറിയൊരു ഭേദഗതി വരുത്തി കണ്ണേകരളെ VDSA എന്ന മുദ്രാവാക്യമാണ് ഇന്നലെയും പല സ്ഥലങ്ങളിൽ കേട്ടത്. ഇന്നലെ ഡൽഹി പാതിരാത്രി അല്ലെങ്കിൽ പുലർച്ചെ ഡൽഹിയിൽ കേട്ടത്. അപ്പോൾ ഈ മുദ്രാവാക്യം വിളിയൊക്കെ ഹൈക്കമാൻഡും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇന്ന് നടക്കാനിടയുള്ള ചർച്ചകൾ എന്താണ്? ഒരു തീരുമാനം ഉണ്ടാവോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ മുൻപ് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുദ്രാവാക്യം വിളികൾ, പിന്തുണകൾ എന്നിവകൾക്ക് സമാനമായ തരത്തിലുള്ള മുദ്രാവാക്യം വിളികൾ ഇപ്പോൾ കേരളത്തിൻ്റെ തെരുവുകളിൽ കാണുന്നു എന്നുള്ളത് കൗതുകകരമാണ് രാഷ്ട്രീയമായി. ഒപ്പം തന്നെ പോസ്റ്ററുകൾ, വിവിധ നേതാക്കളെ പിന്തുണച്ചുള്ള പോസ്റ്ററുകളും ഡൽഹിയിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. ഡൽഹി കേരള ഹൗസിന് മുന്നിലാണ് വി.ഡി. സതീശനെയും ഒപ്പം തന്നെ KC വേണുഗോപാലിനെയും പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പോസ്റ്ററുകൾ ഉണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിക്കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ട ശേഷവും ഇപ്പോഴും ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. അതിൽ തീരുമാനം, അതിൽ നിർണായകമായ ചർച്ചകൾ, അതാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. 3 നേതാക്കൾ ഇന്ന് പുലർച്ചെയോടെ തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇന്ന് പുലർച്ചെയോടെയാണ് ഡൽഹിയിലെത്തിയത്. അവർ എത്തുന്ന ഘട്ടത്തിലും വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആവേശോജ്വലമായ പ്രകടനം നടന്നിരുന്നു. ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു വി.ഡി. സതീശനെ പിന്തുണച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പായി നേതൃത്വവുമായുള്ള അന്തിമമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. വി.ഡി. സതീശൻ, ഒപ്പം തന്നെ സണ്ണി ജോസഫ്, കൂടാതെ രമേശ് ചെന്നിത്തല എന്നിവർ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ നടത്തുന്ന ചർച്ചകൾ അതിൽ ഏറെ പ്രധാനമാണ്. ഈ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ള 3 പേരുകൾ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും വി.ഡി. സതീശനും, 3 പേരും യോഗ്യതയിൽ ഇവർ തമ്മിൽ ബലാബല മത്സരം തന്നെയുണ്ട്. അനുഭവ പരിചയം കണക്കിലെടുത്താലും ജനപിന്തുണ, ഘടകകക്ഷികളുടെ പിന്തുണ എന്നീ 3 ഘടകങ്ങൾ ഇരുവർക്കും അനുകൂലമായ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് ഏറെ സങ്കീർണമാണ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. സങ്കീർണമാണ്. മാത്രമല്ല, ഇന്നലെ നമ്മൾ വൈകുന്നേരം കണ്ടതാണ് വി.ഡി. സതീശന് വേണ്ടി പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നത്. അപ്പൊ ഇക്കാര്യമൊക്കെ എന്താണെങ്കിലും AICC അറിഞ്ഞിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായും AICCയുടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അഥവാ MLA-മാരുടെയും ഒപ്പം തന്നെ ഘടകകക്ഷികളുടെയും ഒക്കെ അഭിപ്രായം മാത്രം മാനിച്ചാകുമോ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? പ്രവിധ, നേതാക്കൾക്ക് വേണ്ടി തെരുവിൽ ചേരിതിരിഞ്ഞുള്ള യുദ്ധങ്ങൾ, അത്തരത്തിലുള്ള പ്രകടനങ്ങളിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. കടുത്ത അതൃപ്തി തന്നെ ഇക്കാര്യത്തിൽ ഉണ്ട്. അത് നേതാക്കളുമായി ചില AICC നേതാക്കൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ആ ഒരു വികാരം മനസ്സിലാക്കി തന്നെയാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾ തങ്ങളെ അനുകൂലിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ, തെരുവിലെ പ്രകടനങ്ങൾ വേണ്ട എന്നുള്ള നിർദ്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ അണികൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ജനപിന്തുണ എന്നുള്ളത് തീർച്ചയായും തന്നെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഘടകം തന്നെയാണ് എന്നാണ് AICC വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അത് പല സംസ്ഥാനങ്ങളിൽ, ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും പിന്തുടർന്നിരുന്നത് പല രീതികളായിരുന്നു, പല മാനദണ്ഡങ്ങളായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പാർട്ടിയിലെ സീനിയോറിറ്റി, ഒപ്പം തന്നെ ജനപിന്തുണ അടക്കമുള്ള ഘടകങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സങ്കീർണമാക്കുന്നത് മുൻ
മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ് KC വേണുഗോപാലിൻ്റേത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീരുമാനം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ നിർണായകമാകും. ഇന്ന് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പേരിലേക്ക് എത്തുകയാണ് എങ്കിൽ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. അല്ലാത്തിടത്തോളം നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ പ്രഖ്യാപനം ഉറപ്പായും ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചനകൾ. ഹഷ്മി, പ്രവിധ. ബൽറാമാണ് ഡൽഹിയിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ നൽകിയത്. ഇതിപ്പോ ഹൈക്കമാൻഡ് ശരിക്കും ഒരു സങ്കടവൃത്തത്തിൽ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. MLA-മാർ നേതാക്കൾ KC വേണുഗോപാലിനൊപ്പം, പ്രവർത്തകർ അണികൾ പൊതുവികാരം വീടിക്കൊപ്പം. അപ്പോൾ ഇതിനിടെ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ നട്ടം തിരിയാണ് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാകും അതിൽ പ്രധാനമായിട്ടും. മാത്രമല്ല ഈ നേതാക്കളെ അനുനയിപ്പിക്കുക, ഇപ്പൊ ആരെ ആക്കിയാലും ആരെ മുഖ്യമന്ത്രി ആക്കിയാലും അവരെ അനുനയിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അതിന് പിന്നാലെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. കാരണം ഉജ്ജ്വല ജയം നേടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു മങ്ങലേൽക്കാൻ സാധിക്കരുത്, മങ്ങലേൽക്കരുത് എന്നുള്ള ആ ഒരു ചിന്ത എന്തായാലും നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള കാലത്ത് കിളിമുണ്ട പറയുകയാണ്. കാര്യങ്ങൾ ഇത്ര വഷളാക്കിയവർക്ക് നല്ല നമസ്കാരം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായേക്കാമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അതിലേക്ക് പോവാതെ, തെരുവിലേക്കൊന്നും പോവാതെ കാര്യങ്ങളെ വേണമെങ്കിൽ ഭംഗിയായി ഡീൽ ചെയ്യാമായിരുന്നു. അത് സംഭവിച്ചില്ല. അപ്പോൾ അത് ഈ നേരത്തെ പ്രഭുത പറയുന്ന പോലെ ഒരു മഹത്തായ വിജയമാണ്. അപ്പോൾ ആ മഹത്തായ വിജയം നൽകിയത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, അല്ലാതെയുള്ള പൊതുസമൂഹം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അവരെ കൂടി കളിയാക്കുന്ന പരിപാടി ആയിപ്പോരുത് ആ പരിപാടി എന്ന് കൂടി പറയാം. മോഹൻ പറയുന്നു എല്ലാം ജഗപോക തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടുവരുന്നത്. അതിനൊരു ശമനം ഒള്ളി ഓൺ സൺഡേ ആയാൽ നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.